ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്കൊരു തനി നാടൻ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണയിൽ നമുക്ക് ഗരം മസാലയുടെ പട്ട ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വാടി വരുമ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, ഇത് നീളത്തിൽ അരിഞ്ഞ് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുച്ചു കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ. കരിഞ്ഞു പോകാൻ പാടില്ല, സിമ്മിൽ തന്നെ വെക്കുന്നതാണ് നല്ല കേട്ടോ. അപ്പോൾ ഒന്ന് നല്ലോണം നല്ല അതിൻ്റെ ഒരു ക്രിസ്പി പോലെ വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയില്ലേ, ഒരു 2-2.5 ഉള്ളിയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തീരെ ചെറുതാണെങ്കിൽ 3 ഉള്ളി എടുക്കാം കേട്ടോ. അപ്പം മീഡിയം ഉള്ളിയായിരുന്നേ, അതുകൊണ്ടാണ് 2.5 ഉള്ളി എടുത്തത്. ഇതൊരു 1/2 കിലോ ചിക്കൻ്റെ ഒരു ഇതാണേ പറയുന്നത്. നിങ്ങൾ കൂടുതൽ ചിക്കൻ എടുക്കുമ്പോൾ ഒക്കെ കൂടുതൽ എടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴറ്റി വരുമല്ലോ. അപ്പോൾ അങ്ങനെ വഴറ്റിയിട്ടുണ്ട്. നല്ലോണം ബ്രൗൺ കളറാകുന്നവരെ വഴറ്റുക കേട്ടോ. അങ്ങനെ കരിഞ്ഞു പോകാൻ പാടില്ല, പക്ഷേ വഴറ്റണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് നല്ലോണം വഴറ്റി വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി, ഒരു തക്കാളിയാണ് ഇട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, 500 ഗ്രാം ചിക്കൻ്റെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി വഴറ്റുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് വഴറ്റാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് ഒന്ന് ആവിക്കോട്ടും കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് അതിലിടക്ക് ഇതൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കണം കേട്ടോ. 2ാം പാലും ആദ്യത്തെ പാലും കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു കുറച്ച് തേങ്ങ, കുറേയൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഒരു പകുതി തേങ്ങ എടുത്തിട്ട് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് തുറന്ന് വെക്കുമ്പോൾ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി അധികമാണ് കേട്ടോ. ഇത് വീഡിയോയിൽ എങ്ങനെയോ മല്ലിപ്പൊടി മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഇടണം കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് ഈ മസാല നല്ലോണം ഒന്ന് എല്ലാത്തിലും പിടിക്കുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 2ാം പാല് എടുത്തിട്ട് അതുകൊണ്ടാണ് ഇത് വെന്ത് വരേണ്ടത് കേട്ടോ. ഈ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് നമുക്കറിയാമല്ലോ, നല്ല കറിയാണ്. ഇതിപ്പം അപ്പം അല്ലെങ്കിൽ ചപ്പാത്തി, ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് രാത്രി ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്തിന് നല്ലതാണ് കേട്ടോ എല്ലാ സാധനത്തിനും. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ തേങ്ങാപ്പാലും ഫസ്റ്റ് പാലില്ലേ അതും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് കറിയായി റെഡിയായി കേട്ടോ. നല്ല കറിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.